السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: إن الله يرضى لكم ثلاثا ويسخط لكم ثلاثا. يرضى لكم أن تعبدوه ولا تشركوا به شيئا وأن تعتصموا بحبل الله جميعا وإن تناصحوا من ولى الله أمركم ويسخط لكم قيل وقال وإضاءة المال وكثرة السؤال. റവാഹു മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. സഹോദരങ്ങൾ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനുഷ്യരിൽ ബഹുഭൂരിഭാഗം ആളുകളും ശാപകോപങ്ങളെ ഭയക്കുന്ന ആളുകളാണ്. ഈ അടുത്ത് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് അവിടെ ഒരു പാത്രത്തിൽ കുറച്ച് അരിയൊക്കെ ഇട്ട് അതിലൊരു പാമ്പിൻ്റെ തല പോലത്തെ ഒരു സാധനം വെച്ച ഒരാൾ വീട്ടിൽ വന്നു. അപ്പോൾ വേഗം അതിൻ്റെ അകത്ത് പോയിട്ട് ഒരാൾ എന്തോന്ന് എടുത്തു കൊടുത്തിട്ട് ഒരു കാശ് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഞാൻ ചോദിച്ചു, എന്തിനാണത്? എന്തെങ്കിലുമുള്ള പ്രാക്ക് തട്ടിയെങ്കിലും. വീടിൻ്റെ മുമ്പിൽ വരുന്ന പല ആളുകളെ നമ്മൾ മടക്കാതെ എന്തെങ്കിലും കൊടുക്കാതെ വിടാറുള്ളതും ഈ ഒരു കാര്യം പേടിച്ചിട്ടാണ്. അപ്പം മനുഷ്യൻ്റെ അല്ലെങ്കിൽ മൃഗത്തിൻ്റെ ഒക്കെ ഒരു ശാപമോ കോപമോ അവനവൻ്റെ ജീവിതത്തിൽ വരരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനെ പേടിക്കുന്ന ഭയപ്പെടുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് ഏതെങ്കിലും രൂപത്തിൽ അങ്ങനെ ശാപകോപങ്ങൾ ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് തീരെ മെയിൻറ്റ് ചെയ്യാത്ത ആളുകളായി നമുക്ക് കാണാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്ന് തരം ആളുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ, മൂന്ന് തരം ആളുകൾ. ലാ യുകല്ലിമുഹും അല്ലാഹു വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം യൗമൽ ഖിയാമ വലഹും അദാബുൻ അലീം. മൂന്ന് തരം ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലേക്കൊന്ന് നോക്കുകയോ അവരെ സംസ്കരിക്കുകയോ അല്ലെങ്കിൽ അവരോടൊന്ന് ഏതെങ്കിലും രൂപത്തിലെ കനിവിൻ്റെ ഒരു കണം കാണിക്കുകയോ ചെയ്യുകയില്ല. മാത്രമല്ല വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇത് കേട്ടപ്പോൾ അതുവരെ കേൾക്കാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഒരു വാക്ക് കേട്ടപ്പോൾ സ്വഹാബത്തിന് വലിയ അത്ഭുതമായി. ആരാണ് റസൂലെ അത്? ആ നാശകാരികളും നഷ്ടകാരികളുമായ ആളുകളാര്? റസൂൽ പറഞ്ഞു, അൽ മന്നാനും, കൊടുത്തത് ഇങ്ങനെ എടുത്തു പറയുന്ന ആൾക്കാർ. ഞാൻ അത്ര ചെയ്തില്ല ഇത്ര ചെയ്തില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അവനവൻ്റെ വീട്ടിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്ന വീട്ടിൽ അന്നല്ലടി ഞാൻ അത്ര അല്ലെങ്കിൽ മിനിഞ്ഞാന്നുണ്ട് പഞ്ചസാര വാങ്ങിക്കൊണ്ടത്, ഇങ്ങനെ അളവിലും തൂക്കത്തിലും അതിൻ്റെ വലിപ്പത്തിലും ഒക്കെ കണക്ക് പറയുന്ന ആളുകൾ. അത് വേറൊരാൾക്ക് സ്വതക്ക് കൊടുത്താണെങ്കിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുന്ന ആൾക്കാർ. അവരെ പടച്ചോൻ എന്ത് ചെയ്യൂല? ഒരു നിലക്കും നാളെ പരിഗണിക്കുകയില്ല. മാത്രമല്ല ശിക്ഷ ഉണ്ടാവും. വൽ മുസ്ബിലു, വസ്ത്രം ധരിക്കുന്ന ആളുകൾ നമുക്ക് അതിന് പടച്ചോൻ വളരെ കൃത്യമായി റസൂലുള്ളാഹിനെ പറഞ്ഞയച്ചിട്ട് 23 കൊല്ലാണ് വയന്നു നടത്തിയത്, 23 കൊല്ലാണ് ഖുതുബ നടത്തിയത്, 23 വർഷമാണ് ക്ലാസ് എടുത്തത് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ. ആ പഠിപ്പിച്ചു കൊടുത്തത് ആളുകളുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ സ്വീകരിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വസ്ത്രം അവർക്ക് ഇല്ല എന്നുള്ള വേറൊരു വിഷയം. നെരിയാണിയുടെ താഴെ കൂടെ പോയാൽ നരകത്തിലാണ് എന്ന് ഖുർആൻ ഹദീസ് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിൽ പറഞ്ഞതാണ്. അതിൻ്റെ ഗൗരവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതുപോലെ ഒരു സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് അബൂ ലുഅ്ലുഅത്ത് ഈ മിമ്പറിൽ വെച്ച് വയറ്റത്ത് കത്തി കുത്തി കയറ്റി കൊല്ലുകയാണ്. വയറിൽ കൊണ്ട കത്തിയുടെ മുറിവിൽ നിന്ന് കുടൽമാലുകളൊക്കെ പുറത്തു ചാടി രക്തം ചലിഞ്ഞ് ആ മെഹ്റാബിൽ ചോരയിൽ കടന്നു പൊളിഞ്ഞ് ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നു എന്നൊരു ഘട്ടത്തിലെത്തിയപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന സ്വഹാബത്ത് അദ്ദേഹത്തെ വന്ന് സന്ദർശിക്കുക. കൂട്ടത്തിൽ ചെറുപ്പക്കാരൻ എടുത്ത തുണി ഒരൽപ്പം അങ്ങനെ കയറിപ്പോയിട്ടുണ്ട്. മരിക്കുന്ന നേരത്ത് ഞാപ്പത് എന്തിനാ പറയാൻ നിൽക്കുന്നത് എന്നല്ല ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കും. എല്ലാം എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്തൊക്കെയാണ് വിശേഷം? സുഖം തന്നെ. ശരി, എൻ്റെ വസ്ത്രം ഒന്ന് കയറ്റെടുക്കും കേട്ടോ. തുണിക്ക് ഉറപ്പും അള്ളാഹ്ക്ക് ഇഷ്ടം അതാണ്. അത് ചെയ്യാതെ നിര്യാൻ്റെ താഴെ രണ്ടും പോണാ പോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളുകൾ അവരെ പറ്റി പറഞ്ഞ മുസ്ബിലാണത്. നിര്യാണിയുടെ താഴെ വസ്ത്രം ധരിക്കാതെ ഹറാമാണ്, പാടില്ലാത്തതാണ്, നരകത്തിൽ പോകുന്നതാണ്. അത് മനസ്സിലാക്കിയിട്ട് പിന്നെയും അതിലേക്ക് തന്നെ തിരിഞ്ഞു പോവുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് ശാപകോപങ്ങൾ നൽകും. വൽ മുൻഫിഖു സിൽഅതുഹു ബിഹൽഫിൽ കാദിബ്, കള്ളസത്യം പറഞ്ഞിട്ട് തൻ്റെ സ്വത്ത് സമ്പാദി വിൽപ്പന ചരക്കുകൾ ഇങ്ങനെ വിറ്റഴിക്കുന്ന ആൾക്കാർ. വല്ലാഹി എന്നൊക്കെ പറയില്ലേ, പല രൂപത്തിലും ഇപ്പം സ്ഥലം മറ്റു കാര്യങ്ങളൊക്കെ ഒന്നും അറിയില്ല. അത് പുതിയൊരാളായിട്ട് പോയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചതിക്കുഴികളെ സംബന്ധിച്ച് അറിയില്ല. അതിന് വല്ലാഹിയാണ് ചേർത്ത് അത് വിറ്റ് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരും അതാണ്. മറ്റൊന്നേതാ? റിളല്ലാഹി റിളൽ വാലിദൈനി,
അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറഞ്ഞാൽ ഇത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. ഇത് മക്കളെ പറ്റി മാതാപിതാക്കൾ 100% തൃപ്തിയിലാണോ, സന്തോഷത്തിലാണോ, സമാധാനത്തിലാണോ, ആ മക്കൾ സ്വർഗത്തിൽ തന്നെ ആയിരിക്കും. ഇല്ലേ, ഏതെങ്കിലും കണ്ണിന്റെ കോണിൽ മനസ്സിന്റെ ഉള്ളിലൊരു വിങ്ങൽ മക്കളെ പറ്റി, എൻ്റെ പടച്ചോനെ മക്കൾ അങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ ചെയ്തല്ലോ എന്നും സംഭവിച്ചു വർത്തമാനത്തിൽ വരുന്നില്ല, വാക്കുകളിൽ വരുന്നില്ല. പക്ഷെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ നീറ്റിലുണ്ടല്ലോ, അതിൽ നിന്ന് വരുന്ന ഒരു കനിവ്, ഒരു കിനിവായി കണ്ണിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഏതെങ്കിലും ഒരു മാതാപിതാവിൻ്റെത് കണ്ണ് നനപ്പിക്കുന്ന മക്കളായി തീർന്നാൽ അതുവഴി അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ ഇബാദത്ത് ചെയ്യുന്ന മക്കളായിരുന്നാലും ശരി, അവർക്ക് അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മറ്റൊന്നാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തിയത്, മക്തൂബ, 5 നേരത്തെ നിസ്കാരങ്ങൾ അതിന്റെ സമയത്ത് നിർവഹിക്കാതെ വന്നാൽ, തോന്നുമ്പോൾ ചൊല്ലിയാൽ, കൂടുമ്പോൾ ചൊല്ലിയാൽ, പറ്റുമ്പോൾ ചൊല്ലിയാൽ അവന് വരുന്ന ശിക്ഷകളിൽ 5 അവരിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണെന്ന് പറഞ്ഞില്ലേ, അതിൽപ്പെട്ട ഒന്നാണ് സഖ്തുർ റബ്ബ്, അള്ളാഹിന്റെ കോപമുണ്ടാവും, അള്ളാഹിന്റെ ശാപം ഉണ്ടാവും. നിസ്കരിച്ചിട്ട് എന്തൊരു ബർക്കത്തില്ലാത്ത, ഞാൻ നിസ്കരിക്കണ്ടല്ലോ റബ്ബേ, പക്ഷെ എപ്പോഴാ ഇഷ്ടമുണ്ടാകുമ്പോൾ, സൗകര്യം ഉണ്ടാകുമ്പോൾ, പണിയുടെ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി നിന്നിട്ട് ഇങ്ങനെയുള്ള ആ കോപങ്ങളിൽപ്പെട്ട 3 കാര്യങ്ങൾ കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുകളിൽ പറഞ്ഞ ഹദീസിലുള്ളത്. ഇന്നല്ലാഹ യർളാ ലക്കും സലാസൻ വയസ്ഖതു ലക്കും സലാസൻ, അള്ളാഹ് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ തൃപ്തിപ്പെട്ടു തരികയും 3 കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. അതിലൊന്ന് അൻ തഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിശൈഅൻ, അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ അവനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ള അള്ളാഹുവിന്റെ തൃപ്തിയുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ പാശം പരിശുദ്ധ ഖുർആൻ മുറുകെ പിടിക്കുക എന്നുള്ളതും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. അമറക്കും, അള്ളാഹു നിങ്ങളോട് ചാർത്താൻ പറഞ്ഞ ബന്ധങ്ങൾ ചാർത്തുക എന്നുള്ളതും അള്ളാഹുവിന് തൃപ്തിയാണ്. എന്നാൽ അള്ളാഹുവിന് കോപമുള്ളത് കണ്ടതും കേട്ടതും പറയാ, ഞാൻ അവിടുന്ന് കേട്ടു, ഇവിടുന്ന് അറിഞ്ഞു, ആ വാട്സപ്പിൽ അറിഞ്ഞു, അല്ലെങ്കിൽ അവിടുന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടു, അത് കേട്ടതും കേൾക്കാത്തതുമായ കാര്യങ്ങൾ പറയാ. മാൽ, സമ്പാദ്യം അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, അത് ദുർവ്യയം ചെയ്യുക എന്നുള്ളത്. വകസ്റത്തു സുആൽ, അധികരിച്ച ചോദ്യം, കാര്യങ്ങൾ അറിയാം എന്നിരുന്നാലും വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഈ 3 കാര്യങ്ങളും അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് ഇടയാകുന്നതാണ്. നാം പറഞ്ഞു വന്നത്, നിസ്കാരം അതിന്റെ സമയത്ത് തെറ്റിച്ചു കളഞ്ഞാലും അള്ളാഹുവിന്റെ ശാപങ്ങൾക്കും കോപങ്ങൾക്കും ഇരയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശാപകോപങ്ങളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുകയും ഇബാദത്തും അമലും കൃത്യമായി നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിസ്കാരം അതിന്റെ കൃത്യമായ സമയത്ത് നിർവഹിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി മറച്ചുവെച്ച് ഇരുലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവയ്ക്ക് പകരം നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ വീടുകളിലും ആശുപത്രികളിലും ഈ മജ്ലിസിലും ഉള്ള മുഴുവൻ രോഗികൾക്കും അള്ളാഹു ആജിലും കാമിലുമായ ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു മരണം വരെ നമുക്ക് ഏവർക്കും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനും മരണസമയത്തുണ്ടാകുന്ന വേദനയും എപ്രാളവും ബേജാറും മാറ്റിവെച്ച് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായി ഈമാനോട് പറഞ്ഞ് പുഞ്ചിരിയോടുകൂടി കണ്ടടയ്ക്കാനുമുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു എത്രയും പെട്ടെന്ന് ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവരുടെയും നമ്മുടെയും അള്ളാഹു എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉപജീവനത്തിന്റെ മാർഗമായ കൃഷി, വ്യാപാരം, വ്യവഹാരം, ഏർപ്പാടുകൾ, കച്ചവടം തുടങ്ങിയ നിഖില മേഖലകളിലും അള്ളാഹു ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉടമകളായ അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും ശുഹദാക്കളും സ്വാലിഹുകളും സിദ്ദീഖുകളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സൗത്തുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.